ബി.ജെ.പിയുടെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി ലിസ്റ്റിൽ കേരളത്തിലെ മണ്ഡലങ്ങൾ ഒന്നുമില്ല. എന്താവും കാരണം? മറ്റു പാർട്ടിയിൽ നിന്ന് മറുകണ്ഠം ചാടി എത്തുന്നവരെ ഉൾക്കൊള്ളിക്കാനാണിതെന്ന് പലരും പറഞ്ഞു കേട്ടു. എറണാകുളം, കൊല്ലം, ആലത്തൂർ, വയനാട് സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാത്തത് ഇതുകൊണ്ടുകൂടിയാണെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിന് അടിവരയിട്ടാണ് രണ്ടാം ഘട്ട പട്ടികയിലും ഈ മണ്ഡലങ്ങൾ ഒഴിച്ചിട്ടത്. കോൺഗ്രസിൽ നിന്നും LDFിൽ നിന്നും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി നിരവധി നേതാക്കൾ ബി.ജെ.പിയിൽ ചേരുമെന്ന കെ. സുരേന്ദ്രന്റെ പ്രസ്താവന കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. പത്മജിക്കും പത്മിനി തോമസിനും പിന്നാലെ തിരുവനന്തപുരത്ത് നിന്നും പ്രമുഖരായ കോൺഗ്രസ് നേതാക്കൾ ബി.ജെ.പിയിൽ അംഗത്വമെടുക്കുമെന്നാണ് സുരേന്ദ്രന്റെ അവകാശവാദം. അങ്ങനെയെങ്കിൽ അവരിൽ ചിലർ ഈ സീറ്റുകളിൽ സ്ഥാനാർത്ഥിയാകുമെന്നും പറയപ്പെടുന്നു. നിലവിൽ എറണാകുളം മണ്ഡലത്തിൽ മാത്രം 4ഓളം ബി.ജെ.പി നേതാക്കളാണ് പാർട്ടിയുടെ സാധ്യതാ പട്ടികയിലുള്ളത്. കേരള കോൺഗ്രസ് ഉപവിഭാഗങ്ങളിൽ നിന്നുള്ള ക്രൈസ്തവ നേതാക്കളിൽ ഒരാളെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാനും എറണാകുളത്ത് സ്ഥാനാർത്ഥിയാക്കാനുമുള്ള ആലോചനകൾ സജീവമാണ്. ഇത് പാളിപ്പോയാൽ പ്രമുഖ ബി.ജെ.പി നേതാക്കളിൽ ഒരാൾ തന്നെയായിരിക്കും എറണാകുളത്ത് സ്ഥാനാർത്ഥി. ഇതിൽ പ്രധാനപ്പെട്ടയാൾ അടുത്തിടെ ബി.ജെ.പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായി സ്ഥാനമേറ്റ ചലച്ചിത്ര സംവിധായകൻ മേജർ രവിയാണ്. ധർമ്മടത്ത് പിണറായി വിജയനെതിരെ മത്സരിച്ച കോൺഗ്രസിന്റെ കണ്ണൂരിൽ നിന്നുള്ള മുതിർന്ന നേതാവ് C. രഘുനാഥ്, മേജർ രവി എന്നിവർ ഇക്കഴിഞ്ഞ ഡിസംബറിലാണ് ബി.ജെ.പിയിൽ ചേർന്നത്. ചേർന്ന ഉടൻ തന്നെ വലിയ സ്ഥാനമാനങ്ങളും നൽകി. വിജയ സാധ്യത കുറവാണെങ്കിൽ പോലും മേജർ രവിയെ തിരഞ്ഞെടുപ്പിൽ രംഗത്തിറക്കുന്നത് ബി.ജെ.പിക്ക് തീവ്ര ദേശീയ വിഷയങ്ങൾക്ക് കൂടുതൽ ദൃശ്യ സാധ്യത നൽകുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം തൃശൂരിൽ മറ്റൊരു ചലച്ചിത്ര താരമായ സുരേഷ് ഗോപി മത്സരിക്കുന്ന സാഹചര്യത്തിൽ എറണാകുളത്തും സിനിമാക്കാരനായ ഒരാളെ രംഗത്തിറക്കുന്നത് സംബന്ധിച്ച് ആശയക്കുഴപ്പവുമുണ്ട്. ബി.ജെ.പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ K.S. രാധാകൃഷ്ണനാണ് പരിഗണിക്കപ്പെടുന്ന മറ്റൊരു സ്ഥാനാർത്ഥി. തുടക്കം മുതൽ അദ്ദേഹത്തിന്റെ പേര് സാധ്യതാ പട്ടികയിലുണ്ട്. എന്നാൽ മത്സരിക്കുന്നതിന് K.S. രാധാകൃഷ്ണൻ വലിയ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല എന്നതാണ് വിവരം. എറണാകുളത്ത് 2 തവണ മത്സരിച്ച മുതിർന്ന നേതാവ് A.N. രാധാകൃഷ്ണൻ ഇത്തവണയും പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. സ്ഥാനാർത്ഥി കുപ്പായം തുന്നി കാത്തിരിപ്പാണ്. UDF സിറ്റിംഗ് MP ഹൈബി ഈഡനെയും LDF അധ്യാപികയായ KJ ഷൈനെയും രംഗത്തിറക്കി നേരത്തെ തന്നെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരുന്നു.